അപ്പോൾ നമ്മുടെ ഇന്ന് 2 വർഷത്തിന് ശേഷം നമ്മുടെ ചതയദിനത്തിൽ ഇന്ന് നമ്മുടെ കന്നേറ്റി വള്ളംകളിയാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്കില്ലായിരുന്നു, കാരണം കൊറോണ ആയിട്ട് നമുക്ക് കഴിഞ്ഞ 2 വർഷമായിട്ട് വള്ളംകളിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും നമ്മുടെ വള്ളംകളി വന്നിരിക്കുകയാണ്. 83ാമത് ശ്രീനാരായണ ട്രോഫി വള്ളംകളിയാണ്. ഇന്ന് കുറച്ച് പൊളിക്കും. പിന്നെ വള്ളംകളിയൊക്കെ മറ്റു അടിപൊളിയായിട്ടുള്ള കാഴ്ചകൾ എന്തെന്ന് പറയുന്നത് എന്തോന്നറിയാമോ? അവിടെ പുറത്ത് വെള്ളത്തേക്കാൾ നല്ലത് അകത്ത് വെള്ളം ചെന്ന് പറഞ്ഞ കുറെ കളികളുണ്ട്. അതൊക്കെ കൂടെ പൊളിയായിരിക്കും. ഇത് കുറെ ഞങ്ങൾ കാണിക്കും. ഇന്ന് കുറെ ഉണ്ട് അവിടെ സീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും എല്ലാ വീട്ടിലും ഭയങ്കര ആഘോഷമാണ്. അങ്ങനെ ഞാനും കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇല്ല കുഞ്ഞമ്മ, ഇന്നത്തെ കുഞ്ഞമ്മ എനിക്ക് തരുന്നേ ഇങ്ങനെയുണ്ടോ? ഇതിന്റെ ആദ്യത്തെ വള്ളംകളിയാണ്. ഇങ്ങോട്ട് നോക്ക്, കൈ പിടിച്ചിട്ട് നോക്കുന്നുണ്ടോ? ഇവിടുത്തെ പിള്ളേരൊക്കെ വേറെ ലെവൽ ഓഫ് പിള്ളേരാണ്. ഇങ്ങോട്ട് നോക്ക്, അവളവിടെ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക. നീ പറയൂ ഹലോ ഗൈസ്, പറയൂ ഹലോ ഗൈസ്. തള്ളച്ചി കണ്ടോ? തള്ളച്ചി കൊച്ചുമായിട്ട് അവിടെ നിന്ന് എവിടെയായിരുന്നു, പനയനാർകാവിൽ നിന്ന് വന്നേക്കുവാണ് വള്ളംകളി ആഘോഷിക്കാൻ. അങ്ങനെ ഞങ്ങളുടെ തൊണ്ടത്തറ പടിയിട്ടത്തിൽ ഉഷ ഇവിടെ നിൽപ്പുണ്ട്. ഉഷ പറയൂ, ഇന്ന് എന്താണ് സ്പെഷ്യൽ? അപ്പൊ ഇന്ന് അടിപൊളിയായിരിക്കും. അല്ല, നിങ്ങളുടെ വള്ളം കാണിക്കാം, നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് ഒക്കെ കാണിക്കാം. അപ്പൊ ഫിനിഷിംഗ് പോയിന്റ് അവിടെ ആണ്. അപ്പൊ നമുക്ക് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ വെള്ളം കാണാം. നമ്മുടെ അവിടെ ഓപ്പോസിറ്റ് നല്ലൊരു ചുണ്ടൻ വെള്ളമൊക്കെ കിടപ്പുണ്ട്. പള്ളി ഞാൻ കാണിച്ചു തരാം. അപ്പം നേരെ നമ്മുടെ വള്ളംകളി ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വള്ളംകളി സ്റ്റാർട്ട് ചെയ്യും. പിന്നെ വള്ളംകളിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞങ്ങളുടെ ഈ കുരിപ്പിന്റെ ആദ്യത്തെ ചതയദിന ഓണാഘോഷം കുരിപ്പിന്റെ ആദ്യത്തെ ഓണം. അതെ എന്താണ്ടോ ഗേലയൊക്കെ ഇട്ട് സദ്യക്ക് ഇരുത്തുക. അവിടെ വേറെ പരിപാടിക്ക് പോയേക്കുക. ഇവിടെ കണ്ടോ, ഇന്ന് ആക്രമണമായിരിക്കും ഞങ്ങളിവിടെ അഴിച്ചു വിടാൻ പോകുന്നത്. ആക്രമണമാണ് ഇരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ബാ, സദ്യ കഴിക്കാൻ ബാ. മുരിങ്ങ അവിടെ മാറ്റി വെക്ക്, മുരിങ്ങ അവിടെ മാറ്റി വെക്കാൻ. സദ്യ കഴിക്ക്. വലിയ ഇലയാണല്ലോ. കേട്ടോ, ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ആണോ? അടുത്ത ഇലയെന്നോട് പറക്കുക. നാരങ്ങാച്ചാറ് വാ. നാരങ്ങാച്ചാറ് എടുത്ത് കഴിച്ചു. ഞങ്ങളത് പറഞ്ഞില്ലല്ലോ എടുത്ത് കഴിക്കാൻ. ചെറുത്തില്ല ഞാൻ ഇപ്പൊ കാണാൻ എന്റെ കൈ വരാനിട്ട് കരയുന്ന ഓടെ കൂടെ വാ. വരുത്തില്ല, ഓണം വരുന്നു. വള്ളാതുരുത്തിയുടെ ഒരു വണ്ടിയാണ്. അല്ല, വണ്ടി സോറി, വള്ളമാണ്. ഇല്ല, അങ്ങനെ അവർക്ക് പറ്റൂടെ? വണ്ടിയല്ല, വള്ളം. എന്താ ഇത്? വാഹനമല്ലേ ഇത്? വെള്ളത്തിലൂടെ ഒന്ന് വാഹനമാണ്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത്? വള്ളം വരുന്നുണ്ട്, ട്രയൽ എടുക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 85ാമത് ശ്രീനാരായണ ഗുരു ട്രോഫി വള്ളംകളിയാണ്. അങ്ങനെ 2 വർഷത്തിന് ശേഷമുള്ള വള്ളംകളിയാണ്. ഞാനിപ്പം നിൽക്കുന്ന നല്ല അടിപൊളിയാണ്. ഇപ്പം ഹാർട്ടെക്ക് നേടിയ പള്ളിത്തുരുത്തി എന്ന് പറയുന്ന ഒരു ചുണ്ടവള്ളത്തിനെടുത്തോടെ എന്തോ ഒരു തീരമാണെന്നറിയാമോ? നമ്മളിവിടെയാണ് ഏകദേശം 2 വർഷം മുമ്പ് നമ്മുടെ സ്പെയിൻ സ്പോട്ട് ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് അങ്ങോട്ടൊക്കെ പോയി ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതാ നോക്കിയാൽ വള്ളത്തുരുത്തി അവിടെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം. എന്താണ് ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറയൂ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ഹായ് പറയൂ. ഇത് എന്റെ കൈ വന്ന അപ്പ കരയാൻ തുടങ്ങും കേട്ടോ. ഇങ്ങോട്ട് നോക്കൂടാ, വെള്ളം അനങ്ങുന്നത് കണ്ടോട്ട് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്താ വേണം? ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ വിളച്ചിലുള്ള സാധനം കേട്ടോ. കുരിപ്പ് എന്തുവാ ഇത്? കാടാ ഇത്. ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കുന്ന ആദ്യത്തെ സാധനമാണ്. ഓണം ആഘോഷിക്കാൻ വരുന്ന ആദ്യത്തെ സാധനമാണ്. മിണ്ടരുത് കേട്ടോ, കുലിഞ്ഞ് കീറ്റോലിയാണ് കേട്ടോ. കീറ്റോലി പാറമാണ്. വേണേ വീണ് കഴിഞ്ഞ് നാടെ കായലോട്ട് വരുത്തുള്ളൂ. ഞാൻ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ടല്ല മാമര് കണ്ടുപിടിക്കുന്നുണ്ടോ?
വണ്ടി ഓടിക്കുന്ന വള്ളം തൊഴിലുണ്ടോ? ഇതാണ് നമ്മുടെ ആദ്യത്തെ ഓണം ആഘോഷിക്കുന്നത്. ഇവള് വന്നതിന് ശേഷം ഇന്ന് ആദ്യത്തെ ഓണമായിരുന്നു. ആദ്യത്തെ വള്ളംകളി ഓണം ആദ്യത്തെ അല്ലേ? പൊട്ടക്കടങ്ങളാണോ ഞാൻ വിളിച്ച് പറയുന്നത് കേട്ടോ. ഇത് എന്നെ കൈക്ക് ഇരിക്കത്തില്ല കേട്ടോ. ഇങ്ങനെ നോച്ചോടിച്ചോണ്ടിരിക്കും ഈ കുഞ്ഞിപ്പൂ. നോക്കൂ നോക്ക് ഇങ്ങനെ അമ്മ വീട് ഹായ് പറ. കാര്യപ്പാണ്ടല്ലോ എന്താ അവള് വീടെടുക്കും. വള്ളം തോന്നുന്നുണ്ടോ? അവിടെ കൊടി നോക്കിയതോ കൊടി നോക്കിയ കൊടി കണ്ടോ? ഇതാണ് ഇതിന്റെ കുഴപ്പം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ കുറച്ചാൽ ഇരിക്കത്തില്ല. അപ്പൊ വന്നപ്പോ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മൾ 85-ാമതെന്നാണ് പറഞ്ഞത്. പക്ഷെ 85-ാമതല്ല, 83-ാമത് വള്ളംകളിയാണ് ഇപ്രാവശ്യം നടക്കാൻ പോകുന്നത്. കാലഹരണപ്പെട്ടു പോയ സാധനം. ബാറ് 10 രൂപയ്ക്ക് ഞങ്ങൾക്ക് ബോംബെ പൂട മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഞാൻ ഇന്നാണ് ഉണ്ടാക്കാൻ പോയതാട്ടെ. വിഷയൊക്കെ മേടിച്ചായിരുന്നു, പക്ഷെ എട്ടുന്നില്ല, ചീറ്റിപ്പോയി. ഇനി ഒന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബോംബെ പൂട മിഷനൊക്കെ മേടിച്ച് നമ്മൾ ബോംബെ പൂടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. പക്ഷെ വന്ന ചീറ്റിപ്പോയി, വൻ പരാജയമായിരുന്നു. പക്ഷെ നമ്മൾ ഒന്നും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഒരു മിനി വെർഷൻ സംഭവം ഉണ്ട്, അത് കാണിച്ചു തരാം. വള്ളംകളി മഴത്താണ്. വള്ളംകളി മഴ കൊണ്ടുപോയെന്നാണ് തോന്നുന്നത്. എല്ലാ വർഷവും ഇതുപോലത്തെ ഒരു മഴ ഉണ്ടാകാറുണ്ട്. പക്ഷെ കുറച്ചും കൂടെ നല്ല മഴയാണ് അല്ലേ? മിക്കാറും നിൽക്കുവോ? തോട്ടത്തോടെ പഠിത്തത്തിൽ പാറു പറയൂ, വള്ളംകളി പെട്ടെന്ന് നിൽക്കുമോ? ഇവിടുത്താണല്ലേ നീ പറയൂ. മഴ നിൽക്കാന്ന്. ഞങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ വള്ളം കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ആ പള്ളാത്തുരുത്തി വള്ളം കിടക്കുന്നുണ്ടോ? അത്ര അടുത്താണ് കായല്. ഒരു വീട് അങ്ങോട്ട് കഴിഞ്ഞാൽ അപ്പുറത്ത് കായലാണ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റോട്ടിൽ ഇപ്പോഴും പോയിട്ടില്ല. ഫിനിഷിംഗ് പോയിന്റ് നമുക്കിനി പോകണം. അതിനുവേണ്ടി വിഷ്ണുവിനെ വീണെ ഞാൻ കാത്തിരിക്കുകയാണ്. അവർ വരണം. മോർത്ത് വേ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉദ്ഘാടനത്തിൻ്റെ പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതൊക്കെ കുറച്ച് കഴിയും. ഈ ഒരു 3 മണിയൊക്കെ ആവും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ നമുക്ക് അവിടെ കുറേ തിരക്കായിരിക്കും. ഇപ്പം നമുക്ക് അവിടെ ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് അവിടെ പോകാൻ പോയിട്ട് കുറച്ച് വിഷ്വസൊക്കെ നമുക്ക് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ വിഷ്ണുവിന് വീണയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാനിപ്പോൾ നേരത്തെ വന്ന് അവിടെ സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്കിനി അപ്പുറത്തെ സ്ഥലത്തോട്ടൊക്കെ പോകാം. അപ്പോൾ അവിടെ വിഷ്ണു വീണയൊക്കെ വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ആ പാലം കണ്ടില്ലേ, അവിടാണ് ഫിനിഷിംഗ് പോയിന്റ്. നടക്കുവോ? വള്ളംകളിയായിട്ട് വള്ളം നിറയാൻ പോകണോ? അതിന്റെ കിളി പോയി മാമ. ഊത നീ ഊത. ഗൾസ് അങ്ങനെ വീണയും വിഷ്ണുവും എത്തിയിരിക്കാണ്. എവിടെ ആയിരുന്നേ? നമുക്കേ ഫിനിഷിങ്ങിലൊന്ന് പോയാലോ? പാലത്തിന്റെ മുകളിൽ. അവിടെ ആളില്ല. ഇവിടെ നോക്കുക, ഒരൊറ്റ മനുഷ്യന്മാരില്ല. ഞാനിപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളെ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെയൊക്കെ ആൾക്കാരുടെയൊക്കെ ബഹളം കാണും. ഇവിടെ ഇതിലെ കൂടെ തന്നെ പോകാം. കാരണം മറ്റേടത്തൂടെ പോയാൽ അവിടെ ഇത്രയും പോലീസുകാരന്മാരടിക്കും. ഇതിലെ കൂടെ പോണോ? അതിലെ കൂടെ അല്ല, ഇതേ എളുപ്പം. വിഷ്ണു പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയാൽ പറ്റത്തില്ല. കണ്ടോ, അവിടെ നല്ല അത്രക്കുള്ള തിരക്കാണ്. ഞാൻ പറഞ്ഞരുത്, അവിടെ ഉച്ചോട്ടെ അവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സ്റ്റാർട്ടർക്ക് പോകുന്നതിന് വേണ്ടി DTPസിയുടെ ബോട്ട് അടിയന്തരമായിട്ട് പൗലിന് വേണ്ടി എത്തിച്ചേരണം. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ്, ഇവിടെയാണ് ഫിനിഷിംഗ് പോയിന്റ്. അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ നിൽക്കുന്നുണ്ടല്ലോ. നോക്കാം വാ. ശ്രീ KM ബാലാവൂർ, പ്രിയങ്കനായ കൃതാർത്ഥയുടെ സ്വീകരണമാക്കി ജൽ ക്യാപ്റ്റൻ ശ്രീ പ്രവീൺ കുമാർ, കൃതാർത്ഥ നഗരസഭ ചെയർമാൻ ശ്രീ കൃപേന്ദ്രനായ ഉൾപ്പെടെയുള്ള ജലഘോഷയാത്ര അനുഭവിക്കും.
കെന്നഡി സ്കൂളിന്റെ ഉണ്ട്, അറിയാം ബോട്ട്. ഞങ്ങൾ പഠിച്ച കെന്നഡി സ്കൂളിന്റെ ബോട്ടാണ് താണ്ടി കിടക്കുന്നത്. അപ്പൊ ഇവിടെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. അതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഇവിടെ നിൽക്കാൻ സമ്മതിക്കും. ഇപ്രാവശ്യം എന്തായാലും ഇവിടെ നിൽക്കാൻ സമയമില്ല. നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയി നോക്കാം. പക്ഷേ ഒരു തരത്തിലും നമ്മളെ പാലത്തിന്റെ മുകളിൽ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പൊ നമ്മൾ വെച്ച് പാലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ പോയി നിൽക്കാന്ന്. അവിടെ നിന്ന് കറക്റ്റ് ഫിനിഷിങ് കാണാൻ പറ്റും. ഇവിടെ ഞാൻ വന്നപ്പോ ഉച്ചയ്ക്ക് തൊട്ട് അവിടെ ആൾക്കാർ ഇരിക്കാൻ തുടങ്ങിയതാ. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ ഇതിലേ കൂടെ പോയാൽ മാത്രമേ നമുക്ക് ഇപ്പൊ ഫിനിഷിങ് കാണാൻ പറ്റുള്ളൂ. നമ്മൾ പാലത്തിന്റെ മുകളിൽ നിൽക്കാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. പക്ഷെ പോലീസുകാരന്മാര് നമ്മളെ അനുവദിക്കുന്നില്ല അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അവിടെ ക്യാമറാമാൻമാരൊക്കെ മാത്രമേ അവിടെ നിർത്തുന്നുള്ളൂ. എന്നിട്ട് ചില ചീറ്റി പോയി. രക്ഷയില്ലതാ നോക്കിയേ, ഇവിടെ ഇത്ര ആൾക്കാരാണിത്. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം, അവിടെ നോക്കാം. പക്ഷെ കഴിഞ്ഞ മുമ്പത്തെ വർഷമൊക്കെ അവിടെ നിൽക്കാൻ സമ്മതിച്ചായിരുന്നു. ഇപ്പൊ മാത്രമാണ് നിൽക്കാൻ സമ്മതിച്ചത്. എവിടെയാണ് നീ നിൽക്കുന്നത്? അത് വളയൊന്ന് പൊട്ടിയത്. തെങ്ങിന്റെ മണ്ടയ്ക്ക് നിൽക്കുകയാണ്.
ഭാഗ്യം അറിയത്തില്ല. വെള്ളംകളി എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ അടിപൊളിയായിരുന്നില്ലേ? ഇനിയിപ്പോ അതുപോലെ നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത്? അച്ചറിയും. ഇതൊരു ആവേശമാണ്. ഈ വണ്ടി എവിടെ കണ്ടാലും നമുക്കത് വാങ്ങിക്കാൻ തോന്നും, ഇല്ലേ വീണ? വള്ളംകളി കഴിഞ്ഞിട്ടുള്ള ഒരു വള്ളംകളിയൊക്കെ ഒരു രക്ഷയില്ല, പൊളിയായിരുന്നു, നല്ല വൈബായിരുന്നു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫിനിഷിംഗ് പോയിന്റിൽ കയറി നിൽക്കുന്നത്. ഫസ്റ്റൊക്കെ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ അടുത്ത് കുഞ്ഞുവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ മാത്രമേ നിൽക്കാറുള്ളൂ. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫിനിഷിംഗ് പോയിന്റിലൊക്കെ അവിടെ പോയി നിന്ന് വള്ളംകളി കാണുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. ഫിനിഷിംഗ് പോയിന്റ് ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ്, എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് നമ്മൾ ആദ്യം ആര് ജയിക്കും എന്നുള്ളൊരു എക്സ്പീരിയൻസ്. പക്ഷേ ഞങ്ങളുടെ അതായത് നമ്മുടെ കേശവപുരം നടുവിലെ ചുണ്ടനാണ് ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത്. അതായത് ചുണ്ടൻ വള്ളങ്ങളിലും. അപ്പം ഞാൻ പഠിച്ച എൻ്റെ സ്വന്തം സ്കൂൾ KVHSൻ്റെ കെനഡി സ്കൂളിൻ്റെ സ്വന്തം പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചേർന്ന് നടത്തിയതായിരുന്നു. അപ്പം നടുവിലെ ചുണ്ടൻ ജയിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പം ആ ഫിനിഷിംഗ് പോയിന്റ് നിന്ന് കാണുമ്പോഴുള്ള ഒരു വൈബ് ഉണ്ടല്ലോ, അതൊരു വേറെ ലെവലായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. നമ്മൾ മലയാളി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ വെള്ളംകളിയെ പറ്റിയിട്ടുള്ള വലിയ സംഭവങ്ങളൊക്കെ ഒന്നും നമുക്ക് വളരെ വിശദമായിട്ടൊന്നും നമുക്ക് അറിയത്തില്ല. എങ്കിലും മുമ്പൊക്കെ ആര് ജയിച്ചെന്ന് പോലും വല്ലവരും പറഞ്ഞിട്ടായിരിക്കും അറിയുന്നത്. ഈ പ്രാവശ്യം നേരിട്ട് തന്നെ കണ്ടു ആര് ജയിച്ചു എന്നുള്ളത്. എങ്കിലും അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത വർഷം അടിപൊളിയായിട്ട് ഇതിനെപ്പറ്റി ആധികാരികമായിട്ടൊക്കെ പഠിച്ചിട്ട് നല്ലൊരു നമുക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക വേണം. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.